بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. عن أنس رضي الله عنه قال قدم رسول الله صلى الله عليه وسلم المدينة ولهم يومان يلعبون فيهما فقال ما هذان اليومان قالوا كنا نلعب فيهما في الجاهلية فقال رسول الله صلى الله عليه وسلم إن الله قد أبدلكما بهما خيرا منهما يوم الأضحى ويوم الفطر. الله أكبر. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വന്ന സന്ദർഭത്തിൽ അവിടുത്തുകാർക്ക് ആഘോഷത്തിനും വിനോദത്തിനുമായി 2 ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചത് എന്തിനു വേണ്ടിയുള്ള ദിവസങ്ങളാണ്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ജാഹിലിയ കാലം മുതൽക്ക് കളിക്കും വിനോദത്തിനുമായി ഈ 2 ദിനങ്ങൾ ചിലവഴിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല നിങ്ങൾക്ക് ഇതിനേക്കാൾ ഉത്തമമായ ഈദുൽ അദ്ഹയും ഈദുൽ ഫിത്തറും എന്നീ ദിനങ്ങൾ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. ആത്മീയതയിലും ധാർമ്മികതയിലും അധിഷ്ഠിതമായ 2 പെരുന്നാൾ ആഘോഷങ്ങളാണ് ഇസ്ലാമിലുള്ളത്. മറ്റ് ജനവിഭാഗങ്ങളുടെ ആഘോഷങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇസ്ലാമിലെ ആഘോഷങ്ങൾ. ആഘോഷങ്ങൾ അധാർമികതയുടെയും അരാജകത്വത്തിൻ്റെയും പ്രഘോഷമായി മാറിയ കാലത്താണ് ധാർമ്മികതയിലും സഹവർത്തിത്വത്തിലും രൂപകൽപ്പന ചെയ്യപ്പെട്ട 2 പെരുന്നാളാഘോഷങ്ങൾ നബി തിരുമേനി പ്രഖ്യാപിച്ചത്. അക്കാലത്ത് നീറൂസ്, മഹർകാർ, സബാസിബ് ഇങ്ങനെ ചില പേരുകൾ ചില ആഘോഷങ്ങളോടെ നടക്കാറുണ്ടായിരുന്നു. പേർഷ്യയിൽ നിന്നും കടന്നു വന്ന ആഘോഷങ്ങളായിരുന്നു അവ. മദ്യവും മദിരാക്ഷിയും ഗോത്രവൈരവും യുദ്ധവും സംഘട്ടനവുമൊക്കെ അവയോടനുബന്ധിച്ച് നടക്കാറുണ്ടായിരുന്നു. താഴ്ന്ന വിഭാഗക്കാരെയും ദരിദ്രരെയും ഒക്കെ ഈ ആഘോഷങ്ങളിൽ പങ്കെടുപ്പിച്ചിരുന്നില്ല. വരേണ്യവർഗത്തിൻ്റെ കുത്തകയായിരുന്നു അത്. ഇത്തരം ദുഷിച്ച ആഘോഷങ്ങൾക്ക് പകരമായിട്ടാണ് ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും ഇസ്ലാം അവതരിപ്പിച്ചത്. ഈ ദിനത്തിൽ സമൂഹത്തിൽ ഒരാളും പട്ടിണി കിടക്കരുതെന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് സക്കാത്തുൽ ഫിത്തർ നിർബന്ധമാക്കിയത്. ഒരു വീട്ടിലെ നവജാത ശിശു മുതൽ വൃദ്ധരായവർ വരെ 2 കിലോഗ്രാം വീതം ഭക്ഷ്യധാന്യം പാവങ്ങൾക്ക് വേണ്ടി വിതരണം ചെയ്യണം. എന്നാലേ റമദാനിലെ വ്രതാനുഷ്ഠാനം പൂർത്തിയാകുകയുള്ളൂ. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ചുണ്ണുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന നബിവാക്യം പെരുന്നാളിൽ മാത്രം ബാധകമായതല്ല. ദാരിദ്ര്യം അനുഭവിക്കുന്നവരുള്ളിടത്തോളം കാലം തൻ്റെ അയൽവാസികളുടെ പട്ടിണി മാറ്റാനായി രംഗത്ത് വരേണ്ടവരാണ് സത്യവിശ്വാസികൾ. റമദാനിലെ ആരാധനകളിലൂടെ ആർജിച്ച ആത്മീയ വിശുദ്ധി നിലനിർത്താനുള്ള പ്രതിജ്ഞ പുതുക്കലാണ് പെരുന്നാളിൻ്റെ ആകത്തുക. അതുകൊണ്ട് തന്നെ അധാർമികതയുടെ കൂത്തരങ്ങുകളായി മാറുന്ന ആഭാസകരമായ ആഘോഷങ്ങൾ ഇസ്ലാം ഒരിക്കലും അംഗീകരിക്കുന്നില്ല. വെടിക്കെട്ടും മദ്യപാനവും നൃത്തനൃത്യങ്ങളും ആർപ്പുവിളികളൊന്നും ഇസ്ലാമിൽ കാണുകയില്ല. ഈദ്ഗാഹും പെരുന്നാൾ നമസ്കാരവും തക്ബീർ ധ്വനികളും ഗൃഹസന്ദർശനവും പെരുന്നാൾ ആശംസകളും സുഭിക്ഷമായ ഭക്ഷണവും അനുവദനീയമായ വിനോദ പരിപാടികളൊക്കെ ഇസ്ലാമിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ആഘോഷങ്ങളിൽ അയൽവാസികളെയും അന്യമതസ്ഥരെയും ഉൾക്കൊള്ളാൻ തയ്യാറാകുമ്പോഴാണ് ബഹുസ്വരതയും മതേതരത്വവുമൊക്കെ പൂത്തുലയുന്നത്. ധൂർത്തും ദുർവ്യയവും പൊങ്ങച്ചവും അഹങ്കാരവും ഒരിക്കലും ഈ ഈദ് ആഘോഷത്തിൻ്റെ ഭാഗമാകാവതല്ല. ദുർവ്യയം ചെയ്യുന്നവർ പിശാചുക്കളുടെ കൂട്ടാളികളാണെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പെരുന്നാൾ ദിവസം കുളിച്ച് വൃത്തിയായി സുഗന്ധം പൂശി ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് തക്ബീർ ചൊല്ലിക്കൊണ്ട് കുടുംബസമേതം ഈദ്ഗാഹിലേക്ക് പുറപ്പെടണമെന്നാണ് ഇസ്ലാമിക വിധി. അവിടെ നടക്കുന്ന നമസ്കാരം, പ്രസംഗം, പ്രാർത്ഥന എന്നിവയിൽ മുഴുകി ആത്മീയ ചൈതന്യം കൈവരിച്ച് വ്യത്യസ്ത വഴികളിലൂടെ മടങ്ങുകയും കാണുന്നവർക്കെല്ലാം തഖബ്ബലല്ലാഹ് അല്ലെങ്കിൽ ഈദ് മുബാറക്ക് എന്നീ ആശംസകളൊക്കെ നേർന്നുകൊണ്ട് മടങ്ങുകയും ചെയ്യുക എന്നതും ഇസ്ലാം പഠിപ്പിക്കുന്ന ആഘോഷത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഈദ് ദിനത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വെച്ച്
ചില പെൺകുട്ടികൾ പാട്ട് പാടുകയും അത് തടയാൻ ചെന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തടഞ്ഞതൊക്കെ ഹദീസിൽ കാണാം. അതേപോലെ അബിസീനയിൽ നിന്നും വന്ന ഒരു കായിക സംഘം മസ്ജിദ് നബവി വെച്ച് നടത്തിയ പ്രകടനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹധർമ്മിണിയായ ആയിഷയെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ആസ്വദിച്ചതും ആ കളിക്കാരെ പ്രോത്സാഹിപ്പിച്ചതും ഹദീസിലുണ്ട്. ആ കളി തടയാൻ പോയ ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദഅഹും യാ ഉമർ ഹത്താ തഅലമൽ യഹൂദ അന്ന ഫീ ദീനിനാ ഫുസ്ഹ വ അന്നി ബുഇസ്തു ബി ഹനീഫത്തിൻ സമഹ. അവരെ വിട്ടേക്കുമറേ, മദീനയിലെ യഹൂദികൾ അറിയട്ടെ നമ്മുടെ ഈ ദീനിൻ്റെ വിശാലതയും വിട്ടുവീഴ്ചയുമൊക്കെ. വിശാലതയുള്ള വിട്ടുവീഴ്ച ഒക്കെ ഉള്ള ഒരു ദീനുമായിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നതും അവർ മനസ്സിലാക്കട്ടെ. ഈ ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്തർ എല്ലാവർക്കും സന്തോഷകരമായി ആഘോഷിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.